അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നത് ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചാവക്കാട് പോയത്. ഞങ്ങൾക്കറിയാണ്ട് വഴി തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളോട്ടുള്ള റോഡ് ആയപ്പോൾ റോഡ് മൊത്തം വെള്ളം. അങ്ങോട്ടും ഇങ്ങോട്ടും തരാം. അതുപോലെ ചുറ്റിക്കറങ്ങി ഞങ്ങനെ അവിടെ മറൈൻ വേൾഡിലെത്തി. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയുള്ള ദിവസം, നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വലിയ മഴ പ്രശ്നമായില്ല. അപ്പോൾ ഞങ്ങൾ ഒരു 4 ഫാമിലി ആയിട്ട് പോയതായിരുന്നു. അതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് നമ്മൾ സൈഡിൽ കൂടെ കൊണ്ട് വരണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും. അതുപോലെയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അതിനനുസരിച്ച് 3D അങ്ങനെ കുറേ ഐറ്റംസ്, പിന്നെ കിളികൾ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു പോയത് ദിവസമായതുകൊണ്ട് ഇതാ വി മാരിൻ വേൾഡ് നമുക്കിതാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കൽ. ടിക്കറ്റ് കൗണ്ടർ അവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ട അപ്പോൾ നമുക്കത് ഒന്നും കൂടി അവിടെ പോയിട്ട് ഇതാ ടിക്കറ്റ് നമ്മളൊക്കെ എടുത്തതിന് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇനി പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ അവർ കയറുമ്പോൾ നമ്മളോട് പറയും ഫ്ലാഷ് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കാൻ. കാരണം ഫ്ലാഷ് ഓണാക്കി കൊടുത്താൽ ഈ മീനുകളെ കണ്ണുങ്ങൾക്കൊക്കെ ഫംഗസ് വരുന്ന പറയൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്ലാഷ് ഓഫാക്കിയിട്ട് വേണം വീഡിയോസൊക്കെ എടുക്കാനിട്ടാണ്. അപ്പോൾ കാണാൻ തന്നെ അടിപൊളി പലതരം മീനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങോട്ട് കടന്നിട്ടുള്ള. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാം ഇതിന് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണേ. അപ്പോൾ എന്തായാലും ഒരു കാണാൻ പറ്റിയ നല്ല അടിപൊളി കാഴ്ചകൾ, നമ്മൾ കാണാത്ത മീനുകൾ, കടലിലത്തെ മീനുകൾ, എല്ലാ ഐറ്റംസ് മീനുകളുണ്ട്. ഇത്രയും മീനുകൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതുപോലെ ഇവർ സെറ്റ് ചെയ്തത് കാണാൻ തന്നെ അടിപൊളി. ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലൊക്കെയാണ് മീൻ, ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ, അതൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ തന്നെ അടിപൊളിയാണ്. കാരണം നമ്മൾ കാണാത്ത വെറൈറ്റി മീനുകളൊക്കെയാണ് ഇതിനുള്ളിൽ നമ്മൾ കണ്ടത്. കണ്ടാ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കൊണ്ട് കയറിയ കണ്ണെടുക്കാൻ തോന്നില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി വീഡിയോസ് കാണട്ടെ. അപ്പോൾ നമുക്കിതാ ബാക്കി വിശേഷങ്ങൾ ഇതിൽ കൂടെ കണ്ടുപോവാം. അപ്പോൾ നമ്മുടെ കടലിലുള്ള സ്രാവ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, പിരാന, എല്ലാ ഐറ്റംസും മീനും. കാണുമ്പോൾ ചിലതായിരിക്കും ഫോട്ടോ ഒന്ന്, പക്ഷേ ഇതൊക്കെ ഒറിജിനാലിറ്റിയാണ് കേട്ടോ. അത് അനങ്ങാണ്ട് നല്ല അറ്റൻഷനിൽ നിൽക്കണ പോലെ തോന്നി. പിന്നെ നമുക്ക് ഇതിനുള്ളിൽ തന്നെയാണ് സ്പാ ഉണ്ട്. മീനിൻ്റെ ഒരു വലിയൊരു കുളം തന്നെ ഉണ്ട്. നമുക്ക് സ്പാ ചെയ്യാൻ, മീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അങ്ങനത്തെ വലിയ നമ്മൾ കാണാത്ത വലിയ വൈറ്റ് അലിഗേറ്ററൊക്കെയാണ് ഇത് കാണേണ്ടത്. ഇതൊക്കെ നമ്മൾ വീഡിയോസിലും ഇതിലും കാണല്ലാണ്ട് നേരിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ അരാപ്പയ്മ, ഒരാളുടെ നീളത്തിലുള്ള അരാപ്പയ്മയും എല്ലാ വിശേഷങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാരും കാണാന ഏത് ചെയ്യണം മീനക്കുന്ന കൊക്കവാണ ചേട്ടാ ശരി ബച്ചായി.
കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ അവസാനം പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടില്ലേ അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് മീനൊക്കെ പിടിക്കാനുള്ളൊരിതുണ്ട് കേട്ടോ. അതിന് എക്സ്ട്രാ പൈസ എന്തുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അതിന് ശേഷം അതാ അവിടുത്തെ യമൂനി ഇതിനൊക്കെ കണ്ടതിന് ശേഷം അവസാനം ഞങ്ങൾ മീനുകൾക്ക് തീറ്റ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുത്തെ പോകുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബായ്.